ഞാൻ ലെഗ് പ്രസ്സാണ് ചെയ്യുന്നത്. ഞാൻ ലെഗ് പ്രസ്സിൻ്റെ മെഷീനിൽ ഞാൻ കിടക്കുന്നു. എൻ്റെ ബോഡി ഫുള്ള് ഈ പാഡയിൽ ഞാൻ ഫുള്ള് പ്ലാനഡായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ ഉപ്പൂറ്റി ഇവിടെ പൊങ്ങുന്നില്ല. എൻ്റെ ബോഡി ഫുള്ള് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്ലാനഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് വെയിറ്റ് താഴേക്ക് വരാൻ നേരം എൻ്റെ ബാക്ക് ഇവിടെ പൊങ്ങി ഇവിടെ റൗണ്ട് പോലെ ആകരുത്. അതുപോലെ തന്നെ കാല് വെക്കുന്നത് മുകളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സും ആയിരിക്കും വർക്കാവുന്നത്. ഇത് എത്രത്തോളം താഴോട്ട് ഇറക്കുന്നു അത്രത്തോളം നമ്മുടെ ലെഗിൻ്റെ മസിൽ മെയിനായിട്ടുള്ള ക്വാഡ്സ് ആയിരിക്കും വർക്കാവുന്നത്. അത് ഞാനിവിടെ വരെ താത്തു വെക്കുന്നു. ഞാൻ സ്ലൈറ്റ്ലി ഔട്ട്വേർഡായിട്ടാണ് എൻ്റെ കാലിൻ്റെ വിരലുകൾ സ്ലൈറ്റ്ലി ഔട്ട്വേർഡായിട്ടാണ് നിൽക്കുന്നത്. പെയ്യത്താക്കുന്നു. ഇങ്ങനെ പെയ്യത്താക്കുന്നു. ഇവിടെ ഞാൻ ഹോൾഡ് ചെയ്യുന്നു. ഇതാണ് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള പൊസിഷൻ. ഇവിടെ ഞാൻ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉപ്പൂറ്റി ഇതൊന്നും പൊങ്ങുന്നില്ല. എന്നിട്ട് ഞാൻ പുഷ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞാൻ കാല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ഞാൻ താഴേക്ക് ഇറക്കുന്നു. എന്നിട്ട് ഞാൻ ചെയ്യാൻ നേരം പയ്യെ താഴോട്ട് വരുന്നു. ഇത് ബോട്ടം പൊസിഷൻ എത്തുന്നതിന് മുന്നേ എൻ്റെ ഉപ്പൂറ്റി ഇവിടുന്ന് പൊങ്ങി. അതെൻ്റെ ആംഗിളിൻ്റെ മൊബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ കാല് സെറ്റ് ചെയ്യാൻ. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പെയ്യെ താഴേക്ക് വരുന്നു. ബോട്ടം പൊസിഷൻ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. എൻ്റെ ഹിപ്പ് ഇപ്പോഴും ഈ പാഡെ ഫുള്ള് പ്ലാനഡാണ്. എന്നിട്ട് ഞാൻ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുട്ട് ലോക്കൗട്ട് ചെയ്യാതെ വെക്കാം. ലോക്കൗട്ട് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ലോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് ഫുള്ള് ജോയിൻസിലും നമ്മുടെ ഈ ബോണിലും ആയിരിക്കും ഉള്ളത്. ലോക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ജോയിൻസിലെ സ്ട്രെസ്സ് കുറവും സ്ട്രെസ്സ് ഫുള്ള് നമ്മുടെ കാലിൻ്റെ മസിലുകളിലും ആയിരിക്കും. പെയ്യെ ഞാൻ വരുന്നു. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. പുഷ് ചെയ്യുന്നു. ഞാനിത് ലോക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് ടെൻഷൻ ഫുള്ള് എൻ്റെ കാലിൻ്റെ മസിലുകളാണ്.